ഭീകരാക്രമണത്തിൽ മരണപ്പെട്ട മുഴുവൻ മനുഷ്യർക്കും മാതരാഞ്ജലികൾ. ശരിക്കും ഇന്ത്യയിൽ കുറച്ച് കാലമായിട്ട് ഇതുപോലൊരു ആക്രമണം ഉണ്ടായിട്ടില്ല കേട്ടോ. ഇതിപ്പോൾ പെട്ടെന്ന് വന്നൊരു ആക്രമണമാണ്. ശരിക്കും ഇതുപോലുള്ളൊരു ഭീകരാക്രമണം ഉണ്ടാക്കിയൊരു ഉദ്ദേശം എന്തായിരിക്കും? ക്രിമിനോളജി പ്രകാരം റിവേഴ്സ് ആക്ഷൻ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഇതുപോലെയുള്ള ഭീകരാക്രമണങ്ങൾ ഉണ്ടാക്കിയതിൻ്റെ പിന്നിലുള്ള ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇത് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷമുള്ള ആർക്കൊക്കെ ഗുണം കിട്ടുന്നു, അല്ലെങ്കിൽ ഇതിൻ്റെ ബെനഫിറ്റ് ആർക്ക് കിട്ടുന്നു എന്ന് ആലോചിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു ക്ലൂ കിട്ടും ഈ ഭീകരാക്രമണത്തിൻ്റെ ഉദ്ദേശം എന്താണെന്നുള്ളത്. അന്താരാഷ്ട്ര ആയുധ മാർക്കറ്റിലല്ലോ, ഈ ആയുധങ്ങൾ വിൽക്കുന്ന രാജ്യങ്ങളുണ്ട്, മേടിക്കുന്ന രാജ്യങ്ങളുണ്ട്. ഈ ആയുധങ്ങൾ വിൽക്കുന്ന രാജ്യങ്ങൾ ചൈന, ഇസ്രായേൽ, റഷ്യ, അമേരിക്ക ഇതൊക്കെയാണ്. വാങ്ങിക്കുന്നത് ഇന്ത്യ, പാകിസ്ഥാൻ, ഇറാൻ അതുപോലുള്ള രാജ്യങ്ങളൊക്കെയാണ്. ആയുധങ്ങൾ ഓരോ രാജ്യങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ആ രാജ്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ആഭ്യന്തര പ്രശ്നങ്ങൾ വേണം, എങ്കിലാണ് മറ്റു രാജ്യങ്ങളിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങിക്കുള്ളൂ. ഇപ്പോൾ ഇന്ത്യയുടെ കയ്യിൽ വലിയ റോക്കറ്റ് ഉണ്ട്, മിസൈലുണ്ട്, തോക്കുണ്ട് ഇതൊക്കെ പറഞ്ഞിട്ട് വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല. അത് എടുത്ത് ഉപയോഗിക്കാനുള്ള ഒരു സിറ്റുവേഷൻ വേണം. അപ്പോൾ ആ സിറ്റുവേഷൻ വരണമെങ്കിൽ എന്ത് വേണം? ചെറിയ യുദ്ധങ്ങൾ, അതുപോലെയുള്ള ആഭ്യന്തര ഇതുപോലെയുള്ള ഭീകരാക്രമണങ്ങളൊക്കെ വേണം. അപ്പോൾ ഈ ഭീകരാക്രമണങ്ങളുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്, പൊളിറ്റിക്സാണ്. വെറും മതപരമായിട്ട് ചിന്തിക്കുന്ന ആളുകളോട് എനിക്കൊന്നും പറയാനില്ല കേട്ടോ ഇതുപോലെയുള്ളത്. കാരണം ഇതിൻ്റെ പിന്നിൽ മതമല്ല, ഈ അന്താരാഷ്ട്ര ആയുധ മാർക്കറ്റിലുള്ള ഒരു മൂവ്മെൻറ്റാണ് ഈ ഭീകരാക്രമണങ്ങളുടെ പിന്നിൽ. യഥാർത്ഥത്തിൽ ഞാൻ കണ്ടെത്തിയ കാര്യങ്ങൾ അങ്ങനെയാണ്. ശരിക്കും എനിക്കൊരു വിഷമം തോന്നിയ കാര്യം എന്തെന്ന് പറഞ്ഞാൽ ഇതിൽ വിക്ടിമാക്കപ്പെടുന്ന സാധാരണക്കാരെ ആലോചിച്ചിട്ടാണ്. ഇപ്പോൾ 6 ദിവസമായിട്ട് കല്യാണം കഴിഞ്ഞ ആ ഒരു യുവാവ് മരണപ്പെട്ടു. അവൻ്റെ ഭാര്യ ഒറ്റയ്ക്ക് അവിടെ നിന്ന് തിരിച്ചു പോരേണ്ടി വന്നു കാശ്മീരിൽ നിന്ന്. അങ്ങനെയുള്ള ന്യൂസ് കാണുമ്പോൾ ഭയങ്കര സങ്കടമുണ്ട്.